കർണാടകയിൽ കോൺഗ്രസ് സർക്കാരിന്റെ മുഖ്യമന്ത്രി കസേരയ്ക്ക് ശരിക്കും ഇളക്കം തട്ടി തുടങ്ങിയോ? ജനങ്ങളെ സേവിക്കാൻ അധികാരത്തിലേറിയവർക്കിടയിൽ മുഖ്യമന്ത്രി പദവി മോഹിച്ചുള്ള വടംവലി ഇപ്പോൾ തെരുവിലേക്ക് എത്തിയിരിക്കുകയാണ്. അടുത്ത മുഖ്യമന്ത്രി എന്ന പോസ്റ്ററുകൾ ഉയർത്തി ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിന്റെ അനുയായികൾ പരസ്യമായി രംഗത്തെത്തിയതോടെ കോൺഗ്രസിലെ ഭിന്നത മറനീക്കി പുറത്തു വന്നിരിക്കുന്നു. തമ്മിലടിക്കുന്ന കർണാടക കോൺഗ്രസിന്റെ ഈ രാഷ്ട്രീയ നാടകങ്ങൾ കണ്ട് കൃത്യമായ കണക്കുകൂട്ടലുകളോടെ BJP തങ്ങളുടെ കരുക്കൾ നീക്കുകയാണ്. മെയ് 15-ന് ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിന്റെ ജന്മദിനമാണ്. എന്നാൽ ആഘോഷങ്ങൾ അതിലും വലുതാണ്. ബംഗളൂരുവിലെ കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന് പുറത്തത് ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് DK ശിവകുമാറിനെ അടുത്ത മുഖ്യമന്ത്രിയായി വാഴ്ത്തുന്ന ഫ്ലക്സുകളും കട്ടൗട്ടുകളുമാണ്. നിലവിലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ നോക്കുകുത്തിയാക്കിയാണ് പാർട്ടി പ്രവർത്തകർ ഈ പരസ്യ പ്രചാരണം നടത്തുന്നത്. അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർണാടകയിലെ മുഖ്യമന്ത്രിയുടെ കസേര ആടുകയാണ് എന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസ് നേതാക്കൾക്ക് ഏറെ പൊള്ളിയിരുന്നു. അന്നത് നിഷേധിച്ച DK ശിവകുമാർ കസേരകളൊന്നും ഇളകുന്നില്ല, പ്രധാനമന്ത്രി എന്താണ് കാണുന്നതെന്ന് എനിക്കറിയില്ല എന്നാണ് റായ്ചൂരിൽ വെച്ച് മറുപടി നൽകിയത്. എന്നാൽ ആ വാക്കുകൾക്ക് കടലാസിന്റെ വില പോലുമില്ലെന്നും മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി പരസ്പരം കാലുവാരാൻ നേതാക്കൾ തയ്യാറാണെന്നും സ്വന്തം അനുയായികൾ തന്നെ ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ്. വെറുമൊരു ജന്മദിന പോസ്റ്റർ മാത്രമല്ല ഈ അധികാര തർക്കത്തിന് പിന്നിൽ. ഭരണ നിയന്ത്രണം ആരുടെ കൈകളിൽ ഇരിക്കണം എന്നതിലാണ് ഇപ്പോൾ പ്രധാന പോരാട്ടം നടക്കുന്നത്. ഗ്രേറ്റർ ബംഗളൂരു അതോറിറ്റി പ്രകാരമുള്ള 5 സിറ്റി കോർപ്പറേഷനിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് നിലവിലെ പ്രധാന തർക്ക വിഷയം. കേന്ദ്രമന്ത്രിയും NDA നേതാവുമായ HD കുമാരസ്വാമി കഴിഞ്ഞ ദിവസം ഈ രഹസ്യം പരസ്യമാക്കിയിരുന്നു. സിദ്ധരാമയ്യയ്ക്കും DK ശിവകുമാറിനും ഇടയിൽ നടക്കുന്ന ഈ വടംവലിക്ക് പിന്നിൽ വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ട്. തിരഞ്ഞെടുപ്പ് വേഗത്തിൽ നടത്തി സ്വന്തം കസേരയും അധികാരവും അരക്കിട്ടുറപ്പിക്കാൻ സിദ്ധരാമയ്യ ശ്രമിക്കുമ്പോൾ അത് തന്റെ ഭാവി മുഖ്യമന്ത്രി മോഹങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന് ഭയന്ന് തിരഞ്ഞെടുപ്പ് പരമാവധി നീട്ടിക്കൊണ്ടുപോകാനാണ് DK ശിവകുമാറിന്റെ ശ്രമം. ബംഗളൂരു തദ്ദേശ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച അനിശ്ചിതത്വങ്ങൾ ഈ രാഷ്ട്രീയ പോരിന്റെ ആഴം വ്യക്തമാക്കുന്നു. തെരഞ്ഞെടുപ്പ് ജൂൺ 30-നകം പൂർത്തിയാക്കണമെന്നായിരുന്നു സുപ്രീം കോടതിയുടെ മുൻ ഉത്തരവ്. ഇത് പ്രകാരം ജൂൺ 14-നും 24-നും ഇടയിൽ തെരഞ്ഞെടുപ്പ് നടന്നേക്കുമെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ GS സംഗ്രേഷി നേരത്തെ സൂചിപ്പിച്ചതുമാണ്. എന്നാൽ പെട്ടെന്ന് കാര്യങ്ങൾ മാറി മറിയുകയായിരുന്നു. ദേശീയ സെൻസസും വോട്ടർ പട്ടിക പുതുക്കലും കാരണം കാണിച്ച് സെപ്റ്റംബർ 30 വരെ സമയം നീട്ടി ചോദിച്ച കമ്മീഷൻ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഭരണപരമായിട്ടുള്ള ഈ കാലതാമസത്തിന് പിന്നിൽ കോൺഗ്രസ് നേതാക്കളുടെ ഈ അധികാര വടംവലിയും ഗൂഢാലോചനയുമാണെന്നത് പകൽ പോലെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ചുരുക്കത്തിൽ കർണാടകയിലെ കോൺഗ്രസ് നേതൃത്വം ഭരണത്തിലല്ല, മറിച്ച് അടുത്ത മുഖ്യമന്ത്രി ആരാകും എന്നതിലും പരസ്പരം എങ്ങനെ ഒതുക്കാം എന്നതിലുമാണ് പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അധികാരക്കൊതിമൂത്ത് കോൺഗ്രസ് പിളർപ്പിലേക്ക് നീങ്ങുമ്പോൾ BJP ഈ സാഹചര്യം വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. ജനക്ഷേമം മറന്ന് പരസ്പരം പോരടിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ തങ്ങൾക്ക് അനുകൂലമായ വലിയൊരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് ഒരുക്കുന്നതെന്ന് BJPക്ക് അറിയാം. സ്വന്തം സർക്കാരിനെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന കർണാടകയിലെ ഈ അധികാര പോരാട്ടം, ഈ അധികാര വടംവലി വരും ദിവസങ്ങളിൽ കോൺഗ്രസിന് നൽകാൻ പോകുന്ന തിരിച്ചടി വളരെ വളരെ വലുതായിരിക്കും. കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക്.